ലൂക്കാ 11:20 നമ്മുടെ ആദ്യത്തെ അടയാളം എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ എന്നാണ് നിങ്ങൾ ഈശോ വന്നറിയുന്നത്. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. വന്നു കഴിഞ്ഞു. അതാണ് അടയാളം. അതുകൊണ്ടാണ് മാർക്കോസ് 14:18 വനത്തിൽ ലോകം മുഴുവൻ കഴിഞ്ഞ സുവിശേഷം കൊടുക്കാൻ പറയുന്നത്. അത് വെറുതെയോളം പോയാൽ അവനെ വിട്ട് മാറ്റാൻ ഉടനെ 1:10 അലർന്ന ശ്രമമാണ് പിശാച്. ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചവൻ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. ഈ അവസ്ഥയിൽ ഞങ്ങൾ പറയാതെ അത് നാം കുടുംബത്തിൽ വന്നിട്ട് വേണം നാം കൊടുക്കാനായിട്ട്. നാം കർത്താവിന് കൊടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാം കൃപകളിൽ 4 വർഷം നിലനിൽക്കണം. യേശയ്യ പ്രവാചകൻ 37 30 വനത്തില് ആദ്യത്തെ വർഷം കിട്ടുന്ന ഭക്ഷിക്കുക, രണ്ടാമത്തെ വർഷം കിട്ടുന്ന ഭക്ഷിക്കാൻ വായിക്കും, മൂന്നാമത്തെ വർഷം ഇത് നിങ്ങൾക്ക് അടയാളമായിരിക്കും. ഈ വർഷം സ്വയം വളരുന്നത് ഭക്ഷിക്കുക, 2-ാം വർഷവും അങ്ങനെ തന്നെ ചെയ്യുക, 3-ാം വർഷം വിത്ത് വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോളം നട്ടുപിടിപ്പിക്കുകയും അവരുടെ ഫലം ആസ്വദിക്കുകയും ചെയ്യുക. യൂദായുടെ ഭവനത്തിൽ അവശിഷ്ടങ്ങൾ വീണ്ടും വേദിക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. ജെറുസലേമിൽ നിന്ന് ഒരു അവശിഷ്ട ഭാഗം പുറപ്പെടുവിക്കും. സിയോൻ പർവ്വതത്തിൽ നിന്ന് അതിജീവിക്കുന്നവരുടെ ഒരു ഭൂമി സൈന്യങ്ങളെ കർത്താവിന്റെ തീഷ്ണത നിവൃത്തിയാക്കും. അസീറിയ രാജാവിനെ കുറിച്ച് കർത്താവ് ചെയ്യുന്നു. അവൻ ഈ നഗരത്തിലേക്ക് വരികയോ ഇതിനെതിരെ അമ്പെയ്യുകയോ ചെയ്തില്ല. പരിചയയിലേക്ക് വന്ന് ഇതിനെതിരെ ഉപരോധ വലയിൽ നിർത്തുകയില്ല. വന്ന വഴിയിലൂടെ തന്നെ അവൻ തിരിച്ചു പോകുമെന്നും നഗരത്തിൽ പ്രവേശിക്കില്ലെന്നും കർത്താവ് അവരെ ചെയ്യുന്നു. എനിക്ക് വേണ്ടി ദാസനായ ദാവീദിന് വേണ്ടി ഞാൻ ഈ നഗരത്തെ സംരക്ഷിക്കും. 6 ടൗണുകളുള്ള ഈശോ ഒരു മൂന്ന് നമ്മളോട് പറയുന്നത് അത്തിവൃക്ഷം വെച്ചതായത്. അവൻ ഈ ഉപമ വന്നു. ഒരുവൻ മുന്തിരി തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടിരിക്കുന്നു. നമ്മളൊക്കെയാണ് അത്തിവൃക്ഷം വെക്കുകയാണ്. അതിൽ ഫലമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു. എന്നാൽ ഒന്നും കണ്ടില്ല. 1 കണ്ടില്ല. 3 കൊല്ലം ഒന്നും കാണുന്നില്ല. വെറുതെ ഇരുന്ന് വനം കേൾക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. വല്ലയിടത്തുമായിരിക്കും മനസ്സെല്ലാം പിശാച് വനം കത്തിക്കൊണ്ട് പോവുകയാണ്. അവസ്ഥയില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിക്കുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിനും നിലപാടാക്കുന്നു. കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനൻ ഈ വർഷം കൂടി അത് നിൽക്കട്ടെ. ഞാൻ അതിന് ചുവട് കിടച്ച് വളമിടാം, നേരിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ ഞാൻ വെട്ടിക്കളയുന്നത്. 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെയും ദൈവം കരുണയാണ്. ഈശോയുടെ കാരുണ്യം ഭയങ്കരമാണ്. ആ കാരുണ്യം വർണ്ണിക്കാൻ സാധിക്കില്ല. ഇതുകൊണ്ടാണ് മിസ്റ്റർ പൗലോസ് പറയുന്നത് റോമ 9:14-15 വനത്തില് ദൈവത്തിന്റെ കരുണയാണ്, ദൈവമാണ് പരമപ്രധാനം. നിങ്ങളോട് എന്നോട് കരുണ കാണിക്കും. എന്ത് കരുണയാണ്! സങ്കീർത്തനം 145 ഏറ്റവും 13-ാം വാക്യത്തില് വായിക്കുക. ദൈവത്തിന്റെ കരുണ അതാണ് പാപം ചെയ്തവര് ഏറ്റവും മുമ്പിൽ വരുന്നത്. റോമ 5:20 പാപത്തിന് മുകളിലാണ് കൃപ. ആണ് സെയിന്റ് ആഗസ്റ്റിനൊക്കെ മുന്നിൽ വന്നത്. അപ്പൊ പാവം കൂടുതൽ ചെയ്തവർക്ക് കൂടുതൽ കൃപകൾ കൊടുക്കണം. പാവം കൂടുതൽ ചെയ്തതെന്ന് ദൈവം കാണണം. വേഗത്തിൽ ധാരാളം കൊടുക്കും. കണ്ടോ? പാവില്ലെന്ന് പറഞ്ഞിരിക്കുന്നവര് ഇരിക്കവിടെ ഇരിക്കും. കണ്ടോ? മറ്റവർക്ക് കൂടുതൽ കൃപ കൊടുക്കും. അവരോടാണ് ദൈവത്തിന് ഭയങ്കര കാര്യം. അവരെ ആദ്യത്തിലോട്ട് പോകുന്നത് അറിയാമോ? മത്തായി 21:31-32 പാവികളെ ജഗക്കാരാണ് ആദ്യം. പക്ഷെ ആർക്കാൻ ആദ്യം പ്രത്യക്ഷപ്പെട്ടെന്ന് പറയാം. മർത്തലിന്റെ മറിയത്തിന് ലൂക്കാ 24:10 മർത്തലിന്റെ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടപ്പോ നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞ സഹോദരന്മാര് ശിഷ്യന്മാര് അത് കേട്ട് കഥയാണെന്ന്. ഈശോ എന്തുകൊണ്ടാണ് മർത്തലിന്റെ മറിയത്തിനെന്ന് കണ്ടോ? ഭാവിയായ സഹോദരിയാണ്. പൂർണ്ണ വിശ്വാസം കർത്താവിൽ കൊടുത്തു. ലൂക്കാ 8:3 വനത്തില് കർത്താവിന്റെ കൂടെ നടന്ന എല്ലാം ധനിക സ്ത്രീകളായിരുന്നു. അല്ലോ, നമ്മുടെ വീട്ടിൽ ധനിക സ്ത്രീകൾ നടന്നു. അത് ഉച്ചമാണ് ഈശോ അല്ലേ വിളിച്ചാല്. അയ്യോ, ഞാൻ അവരുടെ കൂടെ പേടിക്കാനാണ്. ഒരു സ്ഥലത്ത് നിന്ന് വിലട് പറയുകയാണ്, ഇതൊക്കെ 2000 കൊല്ലത്തിന് മുമ്പാണ് മൊന്തസ്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾക്കത് പറ്റുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സിസ്റ്ററിന്റെ മുഖത്ത് തന്നെ 250 രൂപ ചായ ഉണ്ടെന്ന് പറഞ്ഞു. കണ്ടോ? മാറ്റമുണ്ടോ? ആത്മാവിന് മാറ്റമുണ്ടോ? 2000 കൊല്ലത്തിന് മുമ്പുള്ള ആത്മാവ് ആത്മാവിന് വ്യത്യാസമുണ്ടോ? സ്വർഗരാജ്യത്തിന് വ്യത്യാസമുണ്ടോ?
ഇല്ല. മാലാഖമാർക്ക് വ്യത്യാസമുണ്ടോ? വിശുദ്ധർക്ക് വ്യത്യാസമുണ്ടോ? അപ്പോസ്തലന്മാർക്ക് വ്യത്യാസമുണ്ടോ? നരകത്തിന് വ്യത്യാസമുണ്ടോ? അതിപ്പോ കുറച്ച് കൂടുതലുണ്ട്. ഒരു വ്യത്യാസമുള്ളത് എന്തിനാണ്? നമ്മുടെ നടപ്പ്, ചിന്തി, വേഷം. പ്രഭാഷകൻ 19:29 വാക്യത്തില് ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത്, ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയുന്നത്. വേഷം, ചിരി, നടപ്പ്. വേഷം, ചിരി, നടപ്പ് ഇതിന്റെ മാത്രമുള്ള വ്യത്യാസം കണ്ടോ? അതുകൊണ്ട് ദൈവത്തിൽ എന്നും ഒരുപോലെയാണ്. റോമ 9:6 ദൈവം ഒരിക്കലും പരാജയപ്പെടുകയില്ല. യെശയ്യാ പ്രവചനം 48 എന്താ പറയുന്നത്? യെശയ്യാ പ്രവചനം പറയുന്നത് പത്രോസ് പറയുന്നത് കേൾക്കണം. നമുക്ക് വേറെ ആരും പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല. യെശയ്യാ പ്രവചനത്തിൽ പത്രോസും പൗലോസും യോഹന്നാനും പറയുന്നതാണ് പോകേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യതിചലിച്ചു പോകും. കണ്ടോ? പുഷ്പമാകട്ടെ, നമ്മുടെ ദൈവത്തിന്റെ വചനമാകട്ടെ. അത് 1:21-26 യെശയ്യാ വായിക്കുന്നു. പുഷ്പം വാടിപ്പോകുന്നു, പുഷ്പം വാടിപ്പോകുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമാകട്ടെ എന്നത്തേക്ക് നിലനിൽക്കുന്നു. അവനെ മനുഷ്യരുടെ ഉയർപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിൽ അവൻ നിങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിലായിരിക്കുകയും ചെയ്യുന്നു. സത്യത്തോടുള്ള വിധേയത്വം വഴി നിഷ്കപടമായ സഹോദര സ്നേഹത്തിനായി നിങ്ങളുടെ ആത്മാവ് പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഹൃദയപൂർവകമായും ഗാഢമായും പരസ്പരം സ്നേഹിക്കുന്നു. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. എന്തെന്നാൽ മനുഷ്യരെല്ലാം പുൽക്കൊടിക്കെതിരാണ്, അവരുടെ മഹിമ പുതിയോട് തോന്നുകയും പുൽക്കൊടികൾ വാടിക്കഴിയുന്നു, പൂക്കൾ കൊഴിഞ്ഞുകയും. എന്നാൽ കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കുന്നു. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം. അത് പൗരസ്യത്തിന്റെ ബന്ധമാണ്. ജ്ഞാനമാണ്. റോമ 11:33 ദൈവത്തിന്റെ അഗാധ ജ്ഞാനമാണ്. പത്രോസിന്റെ ബന്ധം വിശ്വാസമാണ്. അതാണ് പത്രോസിന്റെ വിശ്വാസത്തിന്റെ ബന്ധമെന്ന 2 പത്രോസ് 1:1 ആ 11 വനത്തിൽ ഏത് വിശ്വാസത്തെ കൂടിയാണ് നാം പോരേണ്ടത്? ഈ വിശ്വാസത്തെ കൂടിയാണ്. അതാണ് ദൃഢമായ വിശ്വാസം. അവിടെയാണ് സ്നേഹത്തിന്റെ മൂർത്തിഭാഗം. അവിടെയാണ് ഓൺലൈൻ ലോകത്തെ 2:5 മാറാമാക്കിയത്. അത് ഏതൊരു സ്നേഹമാണ്? പൂർണ്ണത പറയണം. സ്നേഹം എന്നാൽ അവന്റെ വചനം പാലിക്കുന്നതിന് സത്യമായി ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നത് ഇതിൽ നിന്ന് നാം അറിയുന്നു. അപ്പൊ ദൈവസ്നേഹം പൂർണ്ണമായിട്ട് വളരണം. നാം ഹൃദയം എങ്ങനെ കൊടുക്കണോ? പകുതി കൊടുക്കണോ? കാൽഭാഗം കൊടുക്കണോ? അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാറ്റുവെച്ച് കല്യാണം വരുമ്പോൾ മാറ്റിവെക്കില്ല. ഈശ്വര കാലപ്പേ കഴിച്ചിട്ട് പെരുന്നതിനൊപ്പം ദൈവരാജ്യത്തിന് അവകാശമാണോ? ഇവർക്ക് 9:62 ഇന്നിപ്പോ മരണമുണ്ട്, ഒരു 7ഉണ്ട്. ഇവിടെ വരുമ്പോൾ 7 പോവാം. 7 പോകും. നല്ല തിരിച്ചുവിട്ടില്ല. ഇവിടെ വരണം. അതാണ് 9 മരിച്ചവനെ ഇടക്കിട്ട് നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. ഭക്ഷണപ്രിയർക്ക് ഈശ്വരന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഫിലിപ്പിയർ 3:19 ഈ ഭക്ഷണത്തിൽ താല്പര്യം പലർക്കും ഇല്ല. ഭയങ്കര താല്പര്യം. 10 പ്രാവശ്യം തരണമില്ല. ഒരു സമയം ചില കാരണന്മാരിക്കും 85 വയസ്സായാലും വലിയമ്മമാരില്ലേ എപ്പോഴും തിന്നാം. ഇങ്ങനെ കുറുക്കുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ വായിക്കും അവരുടെ ദൈവമാനാണ്. നാശമാണ് അവരുടെ അവസാനം. നാശമാണ് അവരുടെ അവസാനം. മരിക്കുമ്പോ താക്കോലെല്ലാം അതിനെ പറ്റിയിടും. മരിച്ച പിറ്റേ ദിവസം തന്നെ എന്ത് ചെയ്യും? 5 ആൺമക്കളും 5 പെൺമക്കളും ഉണ്ടെങ്കിൽ എന്താ നടക്കുന്നത്? ആദ്യം അമ്മയുടെ താലിമലക്കൂടെ പിടിക്കും. പിന്നെ അതിനായിരിക്കും പിന്നെ സ്വത്തുകളുടെ വിധികളുണ്ടാവും. ഭയങ്കരമായിരുന്നു. ഏത് പലതരത്തിലായിരിക്കും നടക്കുന്നത്. അവസ്ഥ പോകുന്നു. നാശമാണ് അവരുടെ അവസാനം. നാശമാണ് അവരുടെ അവസാനം. ഉദരമാണ് അവരുടെ ദൈവം. ഉദരമാണ് അവരുടെ ദൈവം. അപ്പൊ അതിലോട്ട് നമ്മൾ പോണോ? ഇതുകൊണ്ടാണ് ഈ ഭക്ഷണത്തിന്റെ താല്പര്യം നടക്കുന്നവർക്ക് കർത്താവിനെ കിട്ടാതെ വരുന്നത്. ഈശ്വരന്റെ ആത്മാവ് വാസമർപ്പിക്കില്ല. ഈശ്വരന്റെ ആത്മാവ് ഒരുപാട് 1 Petros 4:14 ദൈവാത്മാവ് നമ്മെ വസിക്കുന്നത്.
ദൈവം തന്നെ വരുന്ന അവനോട്ട് അത്ര സ്നേഹമാണ് നമ്മുടെ മക്കളോട്. കാരണം ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിയമിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്താണ് മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു.